കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ലഞ്ചിന് നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഇതാ ഞാൻ ഇവിടെ ഗ്യാസ് അടുപ്പമ്മലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിനി അതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇനി എന്നും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ നമ്മളെ മനസ്സിനും അതേപോലെ തന്നെ ശരീരത്തിനും ഒരേപോലെ സന്തോഷം വേണമല്ലേ, എങ്കിലുള്ളില്ലേ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ ഇതാ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയൊക്കെ വാടിയൊക്കെ വന്നിനി കേട്ടോ. എന്നിട്ട് അതിക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറിക്ക് ഇടാൻ. അപ്പോൾ അതിന് ലേസ് എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പിന്നെ അണ്ടി മുന്തിരി അയക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കണമെന്നല്ലേ, ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അത് വേറെ കോരി മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, അയക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെള്ളം ഞാൻ പുറത്ത് അടുപ്പത്ത് വെച്ചിനി കേട്ടോ, കലത്തിലാക്കിയാണ്ട് തിളപ്പിക്കാൻ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറുക്കില്ലേ ഏലക്കായ് പട്ട പൂവ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ അരി കളന്ന് അരി 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിക്കണത്. അതിക്ക് 4 ഗ്ലാസ് വെള്ളം അളന്നുകൊണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ ഒന്നും പാടെ, എന്നിട്ടാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോഴേക്കും ഞാൻ പുറത്ത് അടുപ്പത്ത് ഇതാ തീയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതിക്ക് ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിക്ക് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. പിന്നെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിന് കേട്ടോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് പച്ചമണം മാറുകളൊന്നും പാടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെ മസാലപ്പൊടികൾ ഫുള്ള് ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും അതേപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടാണ് കേട്ടോ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് റെഡി ആവട്ടെ, എന്നിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ നമ്മളകത്ത് ഗ്യാസ് അടുപ്പമ്മ ചോറ് റെഡി ആവാൻ വെച്ചിരുന്നല്ലോ, അത് വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ കഴിഞ്ഞ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരുന്നത്, നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയപ്പോൾ നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അടച്ച് വെച്ച് ഞാൻ വീണ്ടും പുറത്തത്തെ അടുപ്പത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളെ ഇവിടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൺചട്ടിയിൽ അടുപ്പത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ. ഇനി ഈ ഒരു അടുപ്പത്ത് തന്നെ അധികം തീയൊന്നും ഇല്ലാതെ കുറേ നേരം ചെറിയൊരു തീയിൽ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ അധികമായിട്ട് തീയൊന്നും കത്തിച്ചിട്ടില്ല, എന്നാൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടുമല്ലോ. പിന്നെ കുറേ നേരം അവിടെ വെച്ച് എന്നിട്ട് നെയ്യൊക്കെ നന്നായിട്ട് ഊറി വന്നപ്പോഴാണ് കേട്ടോ ചിക്കൻ കറി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരിയൊക്കെ ഇട്ടീനി കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നും അടിച്ചു വാരണതും തുടക്കണതും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്
നിങ്ങൾക്കൊക്കെ മടുപ്പുണ്ടാവില്ലേ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ തുടച്ച് അത് കഴിഞ്ഞ് ഞാൻ അലക്കാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി